കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി. കരാർ ഒപ്പിടുന്നതിൽ അന്നത്തെ IT സെക്രട്ടറിക്ക് വീഴ്ച പറ്റി. IT സെക്രട്ടറി M ശിവശങ്കർ കരാർ ഒപ്പിട്ടത് മന്ത്രിസഭയുടെ അനുമതിയില്ലാതെയെന്നും കോടതി. നിയമവകുപ്പിന്റെയോ ധനവകുപ്പിന്റെയോ കൂടിയാലോചനയും ഉണ്ടായില്ല. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സായി കുമാർ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സായി, കോടതി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് കേവലമായ വീഴ്ചയല്ല, ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള വീഴ്ചയായി കോടതി നിരീക്ഷിക്കുന്നുണ്ടോ, അതോ സാങ്കേതികമായുള്ള വീഴ്ച എന്ന നിലയിലാണോ കാണുന്നത്? എന്താണ് കോടതിയുടെ നിരീക്ഷണം? എന്താണ് സായികുമാർ? റിജിത്ത്, നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുരേന്ദ്രൻ എന്നിവരൊക്കെ കോവിഡ് കാലത്ത് സർക്കാരിന്റെ ഈ സ്പ്രിംഗ്ലർ ഇടപാടിനെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജി കോടതി തീർപ്പാക്കിയത്. അന്ന് കോടതി പ്രാഥമികമായി പറഞ്ഞത് സർക്കാരിന് ഇക്കാര്യത്തിൽ ദുരുദ്ദേശമില്ല, ഒരു അസാധാരണ സാഹചര്യത്തിൽ സർക്കാർ ചെയ്യുന്ന ഒരു നടപടിയായിട്ടാണ് അന്ന് ഈ സ്പ്രിംഗ്ലർ ഇടപാടിനെ സർക്കാർ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയില്ല എന്നാണ് കോടതി പ്രാഥമികമായി പറഞ്ഞത്. പക്ഷേ സമ്പൂർണ്ണ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാണ് കോടതി അതിൽ ചില പാകപ്പിഴകൾ സർക്കാർ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഉദ്യോഗസ്ഥരിലാണ്. അന്ന് IT സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനാണ് അന്ന് അദ്ദേഹം ഈ വിവാദങ്ങളുടെ പേരിലൊക്കെ വലിയ പഴി കേട്ടതാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് സർക്കാരിലെ മന്ത്രിമാരുമായി പോലും കൂടിയാലോചിക്കാതെ സ്വയമേവ എടുത്ത ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് വിവാദമായത്. കോടതിയുടെ വിധിപ്പകർപ്പിലും അത് തന്നെയാണ് പറയുന്നത്. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി. IT സെക്രട്ടറി എന്ന നിലയിൽ കരാർ ഒപ്പിടുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം, മന്ത്രിസഭയുടെ അനുമതിയില്ലാതെയാണ് IT സെക്രട്ടറി കരാർ ഒപ്പിട്ടത് എന്ന് ഈ വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട്. നിയമവകുപ്പിന്റെയോ ധനവകുപ്പിന്റെയോ കൂടിയാലോചന നടന്നില്ല. ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ആ വിധിപ്പകർപ്പ് അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രതിപക്ഷം ആരോപിച്ചതുപോലെ, പരാതിയിൽ ആരോപിച്ചതുപോലെ ഒരു വിവരച്ചോർച്ച ഉണ്ടായിട്ടില്ല. ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, പക്ഷേ അതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് കോടതി നടത്തിയിട്ടുള്ളത്. സായികുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്പ്രിംഗ്ലറിൽ സർക്കാരിനൊരു ക്ലീൻ ചിറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ നടപടിക്രമങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടുകളിലൊക്കെ വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സായികുമാർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്.